ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നമുക്കിത് പൊറാട്ട, പത്തിരി എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ചോപ്പറിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ട് നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒന്നും ചതച്ചിട്ട് ചേർക്കുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒക്കെ ഇതുപോലെ ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ഇവിടെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. നമ്മളിവിടെ ചിക്കൻ കറി കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായിലേക്ക് ഒരു 4 ഏലക്കയും ഒരു 4 ഗ്രാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുകെ കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് അതേ ചോപ്പറിൽ തന്നെ ഒരു 2 തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ചോപ്പ് ചെയ്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും നമ്മൾ ചോപ്പ് ചെയ്തത് കൊണ്ട് തന്നെ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടൊന്ന് പച്ചപ്പ് മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. ഈ മസാലയിലേക്ക് കട്ട് ചെയ്ത് വെച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ നേരത്തെ കഴുകിയതാണെങ്കിൽ വെള്ളം കുറവായിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചിക്കനിലൊക്കെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതായിരുന്നു. ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ബദാം കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബദാം ഒന്ന് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളത്തോട് കൂടെ അരച്ചെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ആ വെള്ളം നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കട്ടി തേങ്ങാപ്പാൽ വേണമെന്നില്ല. നമുക്ക് ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കറി കിട്ടും. അരച്ചെടുത്ത അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് ബദാം ചേർത്തത് കൊണ്ട് തന്നെ കറി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറുകി കിട്ടും. നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ
പറഞ്ഞിട്ട് ചേർക്കുന്നില്ല. നമ്മൾ കറി സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ അരച്ചെടുത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വിസിൽ വരുന്നവരെ. ഇനി നമുക്കിതിലേക്ക് തീയൊന്ന് കത്തിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ മാറ്റി വെക്കാം. എന്നാൽ കറി അത്യാവശ്യത്തിന് കുറുകി കിട്ടും. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.